നിങ്ങളൊന്ന് ബേജാറാകാണ്ടിരി, ഓലിങ്ങോട്ട് വന്നോട്ടെ. ഓശന്റെ അപ്പാ, നിങ്ങളൊന്നും കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങക്ക് അറിഞ്ഞൂടെ ഓറെ? ഒരു പച്ചപ്പയ്യനെ പോലെ നോവിക്കാൻ ഓറെ കൊണ്ടാവൂല. എന്നാ ഞങ്ങള് ഐസുത്താ, എന്തേശു എന്തേനു എന്താ ഉണ്ടായേ? ഞാൻ മുറ്റത്തിരുന്ന് ഓല മടയായിരുന്നു. അപ്പതാ അവിടെ വന്ന് നിന്നിട്ട് ഒരാളിനോട് ചോദിച്ച് ഇതല്ലേ VP ഹൗസ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അതേന്ന്. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. നിങ്ങള് പാപ്പിനശ്ശേരിയില് കാട്ടിലെ പള്ളിയില് 3 വെറ്റുമാന്റെ ജാറത്തില് നേർച്ചക്ക് പോയിരിക്കാന്ന് പറഞ്ഞ്. അപ്പൊ അയാള് ചോദിക്ക, നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ താമസം? നിങ്ങൾക്ക് എന്തിന്റെ പണിയാന്ന്? അപ്പൊ ഞാൻ ചോദിച്ച്, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ അയാള് പറയാ അയാള് പോലീസാന്ന്. പക്ഷേ ഒരു പോലീസുകാരെ കുപ്പായം നല്ല ഇട്ടണ കേട്ടാ. നിങ്ങള് വന്ന പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. എന്തിനേശു എന്തിനായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അറിഞ്ഞൂടാ. ഈ ചോദിച്ചില്ലേ? അയാള് പോലീസാന്ന് പറഞ്ഞപ്പോ വായില് വെള്ളം മുഴുവൻ വറ്റിപ്പോയി. നീ ഇത് അവത്തോട്ട് എടുത്തു വെക്ക്. ഇങ്ങളിതിപ്പോ എങ്ങോട്ടാ? ഞാനിപ്പം വരാം. പടച്ച റബ്ബിലാലമീനായ തമ്പുരാനെ കാത്തോളണേ റബ്ബേ. എന്താ ബുക്ക? ഒരു കാര്യം ഉണ്ടായിരുന്നു മാഷേ. ആ ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഇപ്പം പുരക്ക് വന്ന് കേറിയുള്ളൂ. ആയുഷു ആകെ ബേജാറായിട്ടിരിക്കുക. ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു ഞാൻ വന്ന സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. എന്താ കാര്യം? അറിയില്ല മാഷേ, എന്തടങ്ങേറാ വന്ന് കേറിയെന്ന്. സത്താറ് വല്ല കുരുത്തക്കേടും കാണിച്ചോന്നാ എന്റെ പേടി. വല്ലാത്ത കാലോണേ. നിങ്ങൾ വായിക്കാറില്ലേ പത്രത്തിൽ വരുന്ന ഓരോരോ വാർത്തകൾ? ആ ബുക്ക ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാഷേ, എന്താ ബുക്ക? നിങ്ങൾ വരുമോ എന്റെ കൂടെ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ? പിന്നെന്താ, ബുക്ക നിൽക്കേ, ഞാൻ പോരാ. വലിയ പറമ്പിൽ അബു. പിതാവിന്റെ പേര് ആദം. ആദാമിന്റെ മകൻ അബു. നീത്തലപ്പുഴയിൽ ഐശു ആരാ? എന്റെ കെട്ടിയോളാണ്. നിങ്ങൾക്കെന്താ ജോലി? ഈ അത്തറിന്റെയും ബുക്കിന്റെയും കച്ചവടം. നിങ്ങൾ എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. നിങ്ങൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്. സത്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. നിങ്ങളുടെ പേരിൽ എന്തോ പോലീസ് കേസ് ഉണ്ടായിരുന്നല്ലോ.